എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് പറഞ്ഞാൽ നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് 3 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ്, നമ്മൾ വീടിനകത്ത് തന്നെയാണ് നമ്മൾ സ്പോണും കാര്യങ്ങളും ആയത്. കുറച്ച് ടോർച്ചൊക്കെ ഇവിടെ വെക്കുക. ഇരുട്ടാണ് ഗൈസ്, ഭയങ്കര. ഓക്കെ, ഇത് അവിടെ കണ്ടാനിരിക്കട്ടെ. ഗൈസ്, ഇന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഫുഡ് കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഒരുമാതിരി മരുഭൂമി ചെന്ന് കിടന്ന് ചെയ്ത പോലെ കാണും. പിന്നെ ഇനി നമുക്ക് പോയി മറ്റേ നമ്മുടെ ബെഡും ഇതും എടുത്തുകൊണ്ട് വരണം. അല്ലെങ്കിൽ നമ്മൾ ഇന്നാലും പണി പാളുമ്പലത്തെ കിട്ടും. ബെഡൊക്കെ എന്ത് ചെയ്യുന്നു ദൈവത്തിനെ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. ദൈവം എനിക്കും അറിയാൻ കേട്ടോ, അതാണ് കിടക്കുന്നത്. തിരിച്ച് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുമെന്നുള്ള കാര്യമാണ് എനിക്ക് ഇത്തിരി വിഷമവും കാര്യങ്ങളും വന്നിരിക്കുന്നത്. നമ്മളിനി അങ്ങനെ അങ്ങോട്ടേക്ക് എത്തിച്ചേറും. ആരെല്ലാം ഉണ്ടോ? നമുക്ക് ബെഡ് എടുത്ത് ഇപ്പം തന്നെ കിടന്നാണ് ഉറങ്ങിയാലും. എടാ എഴുതണടാ, എടാടാ എടാ, കൊച്ചു സൗണ്ട്. അയ്യോ, ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു കറങ്ങിച്ചിട്ട് നമുക്ക് ബെഡ് കൊണ്ട് ചാത്തോട്ട് പോകാം ഗൈസ്. അയ്യോ എൻ്റെ മച്ചനെ, അവിടെ 4 ഹാർട്ടോ, ഇത്ര സോംബി 4 ഹാർട്ടും, അടിപൊളി പൊട്ട്. അയ്യോടാ, ഇതെന്ത് കുഞ്ഞു സോംബിയാടാ. ഈ സോംബികൾക്കൊന്നും വേറെ പണിയില്ല. കൊള്ളാം, ഇരുമ്പത്തി വേണ്ട, ഞാൻ എന്നോട് അത് മേടിച്ചാവണ്ട. എൻ്റെ വീടിനകത്ത് എത്ര വെളിച്ചം. മിന്നാമിന് കയറിയതോരുണ്ട്. തുറക്ക്. നമ്മളങ്ങനെ പ്രസവപ്പെട്ടിട്ടുണ്ട്. രക്ഷപ്പെട്ടില്ല. നമുക്ക് റീസ്പോൺ ആണ്. ഞാൻ ഏത് കാട്ടിലാണ്? ഏതോ ഒരു കാട്ടി വന്നല്ലോ. എടാ, എനിക്കറിയത്തില്ല ഞാൻ എവിടെയാന്ന്. അയ്യോ ക്രീപ്പർ. എടാ ദൈവമേ, കഷ്ടപ്പെട്ടതല്ല വെറുതെ ആയോ. ഞാൻ എവിടെയാടാ? ഞാൻ എവിടെയാന്ന്? എടാ നിങ്ങളുടെ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ ഇരിക്കണം. എനിക്കറിയത്തില്ല എൻ്റെ വീട് എവിടെയാന്ന്. അതിനെല്ലാം ഒന്ന് ആണ്ടാണ് ഞാൻ കണ്ടെന്ന് തോന്നുന്നു. അത് അവിടെ നല്ല നിലാവെളിച്ചം ഉള്ള പോലെ ഒരുമാതിരി. ഈ കുട്ടി സോമ്പി എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒടുക്കത്തെ ദേഷ്യം. ഈ നാശം പിടിച്ച സോമ്പി, കുട്ടി സോമ്പി. ഇതുവരെയാണോ പട്ടി കയറി പറ്റാൻ? ആടാ, ഇതെന്നതാടാ വാഴയ്ക്ക. നീ ചത്തുപോടാ പട്ടി. നമുക്ക് ചെറിയൊരു തെറ്റ് പറ്റി. നമ്മളെ വീടിനടുത്ത് തന്നെയാണ് ഈ സ്പോൺ ആയിക്കൊണ്ടിരുന്നത്. നമ്മൾ അതുവഴിയാണ് പോയി, പുറകെ കൂടെയാണ് നമ്മൾ പോയത്. എൻ്റെ പൊന്നോ, ചേട്ടാ പുക വിടുന്ന മറ്റേ പുള്ളിയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ അതിന് തൊണ്ടറാണ് നാശം. ആലമാടൻ. ഇത് ഞാൻ ഇവിടെ വെച്ച് ചാടിപ്പോവാ. പറ്റിച്ച് അവിടെ ചാടിപ്പോടാ. ഇത് വായിലാണ് ഇനി. എന്നെ വെട്ടിയത്. ഓക്കെ, നമുക്ക് നമ്മുടെ സാധനങ്ങളും കഴിഞ്ഞു. നമ്മളിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. ഫുഡിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, വേറെ ആവശ്യമൊന്നുമില്ല. ഇതുവഴിയാണ് പണ്ടാരങ്ങൾ ചാടി കയറി വന്നത്. ഇതുവഴി ആയിരിക്കും. നമുക്കിവിടെ സാൻഡ് വെച്ച് പൊതിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് വന്നത്. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ ചെയ്യണ്ടേ, അത് തന്നെ നമുക്ക് സാൻഡും കാര്യങ്ങളും, ഫുഡും കാര്യങ്ങളും വേണം. അല്ലെങ്കിൽ നമ്മൾ ഒരുമാതിരി ഇരിക്കും. എനിക്കാണെങ്കിൽ 1 2 3 4 ഹാർട്ടേ ഉള്ളൂ ഗൈസ്. ബാക്കി ഹാർട്ടെല്ലാം നാശം പിടിച്ച സോമ്പി കൊണ്ടുപോയിട്ടുണ്ട്. ഈ പുള്ളി കുറച്ച് ദിവസം ഇതുവരെ കറങ്ങി നടക്കാൻ തുടങ്ങും. എനിക്ക് ഒരു മിനിറ്റ്, ഞാൻ ഇന്ന്
ഡോ ഓടാതെ എന്നാ എൻ്റെ എമറാൾഡ് ഇല്ലെന്ന് അവനറിയാം. പിന്നെ അടിക്കാം. ടിങ് ടിങ് പട വാഴ ഇതൊരു കറങ്ങി നടക്കുന്നു. ഞാൻ എന്നോട് ചോദിക്കുക അതെൻ്റെ വീടിൻ്റെ അത് വഴി. ഇവനെ കൊന്നെല്ലാം കിട്ടുമോ? ഇതെന്നാ പറക്കുന്നു? അയ്യോ 3 ഹാർട്ടായിട്ടുണ്ട് ഗൈസ്. കൊള്ളാം, നൈസ്. പക്ഷേ ഈ കേവ് കുറച്ച് വലുതാണ്, ഇങ്ങോട്ട് ഇറങ്ങിയില്ലായിരുന്നു. നമുക്കിപ്പം അങ്ങോട്ട് ഇറങ്ങിയാലോ? എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? നമുക്ക് മട്ടൻ ചിക്കൻ തിന്നിട്ട് ഇറങ്ങാൻ കഴിയും. ഒന്നാലും കയറത്തില്ല. എനിക്ക് കുക്കൊരു ഇതൊക്കെ വേണം കഴിച്ച്. നമ്മളിന്നെന്ന് പറഞ്ഞാൽ അയൺ തപ്പി നമ്മളുടെ വീണ്ടും നമ്മുടെ യാത്രയിലേക്ക് പോകുന്നു. ഇത് സമ്മതിക്കത്തില്ല ആരും. ഞാൻ തപ്പിട്ട് പൊക്കോട്ടെ. നീക്കെ ഞാൻ എന്നെ ചെയ്തോ? എന്നെ ചെയ്തോ? അതിൻ്റെ ആകെ വുഡൻ സോഡ ഉള്ളതാണ്. നീ ഒന്ന് പോകും. 2 ഹാർട്ട്. എന്നാൽ നീ നല്ല ഉപകാരം. 2 ഹാർട്ട് കളഞ്ഞാലും എനിക്ക് കുറച്ച് ഗോബിൾട്ടൺ വന്ന്. അല്ല ഇത് മഷ്റൂം അല്ലേ? മഷ്റൂം. ഓക്കെ നമുക്ക് മഷ്റൂം പൊട്ടിച്ചെടുക്കാം. ഇത് വെച്ചെടുത്തേക്ക് വെട്ടമുണ്ട് ഇവിടെ അത്യാവശ്യം. ഓക്കെ ഓക്കെ സെറ്റല്ലേ? അങ്ങോട്ട് വലിയ ഒരു അമിട്ടം പറഞ്ഞപ്പോഴേ നമുക്കൊരു അയണും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ വേറെ അയണും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഒറ്റ പിക്കാസേ ഉള്ളൂ ഗൈസ്. എനിക്ക് ബക്കറ്റാണ് ഗൈസ് എനിക്ക് വേണ്ടത്. എനിക്ക് ബക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. 3 അയൺ കിട്ടുവാൻ നമുക്ക് ബക്കറ്റ് ഉണ്ടാക്കാൻ, എന്നിട്ട് വെള്ളം നിറച്ച് വെക്കാൻ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് ഗൈസ് ബക്കറ്റിനോട്. ഇതെന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോരോ സാധനങ്ങൾ അടിയവനൊരു മാതിരി ഒരു വിഷയമുള്ള സാധനമാണ് പെട്ടിത്തലേ. അവൻ തുള്ളി വരണം. ഇത് വലിയ ഭീമായി നമ്മുടെ അടുത്തൊന്ന് തുള്ളത്തേ ഉള്ളൂ. ആര് പോയടാ എടാ? ഈ സ്പൈഡറിന് എനിക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ സ്പൈഡർ അറിയാം ആളെന്നെ നീ കാണിക്കുന്നേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഗൈസ് നമുക്കിന്നെന്ന് പറഞ്ഞാൽ ഫുഡ് മാത്രം മതി. അവിടെ വിച്ചും കാര്യങ്ങളും ഇവിടെ ഉള്ള സകലമാന സാമാനങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുന്ന അത്ര വലിയ ശരിയല്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഓടുവാണ്. തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ ഓടുവാണ്. ഇവിടെ ഒന്നും ഇല്ലല്ലോ, ഞാൻ ഓടുവാണ്. ഓടിത്തള്ളിക്കോ, നമ്മളെ കൊല്ലാൻ വന്നല്ലോ. മഷ്റൂം വെച്ച് പൊട്ടിക്കാം ഗൈസ്. മഷ്റൂം വെച്ച് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇങ്ങോട്ട് കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിട്ട് വരാം ഗൈസ്. നമുക്ക് വേറൊരു കേവ് കണ്ടുപിടിച്ച് അതിനകത്തുനിന്ന് അയൺ കിട്ടി അതിനകത്തുനിന്ന് ഷീൽഡ് ഉണ്ടാക്കി നമുക്ക് ഇങ്ങോട്ട് വരാം ഗൈസ്. അതല്ലേ നല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ തലച്ചോറെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഗൈസ്. നമ്മൾ ഇനി തൊട്ട് ആടുജീവിതം പോലെയാണ്. നമുക്ക് ഫുഡും കാര്യങ്ങളും കിട്ടിയത് നമുക്ക് ഈ ആടിനെ തന്നെ വന്നേക്കാം. ഞാൻ മറ്റേ പൃഥ്വിരാജിനെ പോലെ അലഞ്ഞു നടക്കും കേട്ടോ. അയ്യോ പൃഥ്വിരാജൊരു കുഴിയിട്ടൊന്ന് ആടിയാനിപ്പം. ഫുഡില്ല. ഫുഡ് തരുമോ സാർ? എനിക്ക് വീട്ടിൽ പോകണം സാർ. ഞാനൊരുമാതിരി മരുഭൂമി കൊണ്ട് വീടൊക്കെ വെച്ചിട്ട്. ഇതെന്നാടാ ഇതുവഴി ഇറങ്ങി ചെല്ലുന്ന സ്ഥലമാണ്. ഞാൻ വളരെ അടിപൊളി. നമുക്ക് വെള്ളം ഒഴിക്കും കൈസ് അതിനകത്തോട്ട്. എങ്ങനെയുണ്ട്? മറ്റേനേക്കാൾ നല്ലതല്ലേ? ലാവ അടിപൊളി. ലാവയും കാര്യങ്ങളും നമുക്ക് അടിയിലോട്ട് പോകാം. കറുത്ത ഷീപ്പ് കരിഞ്ഞ ആടിനെ കിട്ടിയിട്ടുണ്ട്. അവൻ വെയിലത്ത് നിന്നിട്ട് അവൻ തണലത്ത് നിന്നപ്പം കരിഞ്ഞു പോയി. കുഴപ്പമില്ല. 1.5 ഹാർട്ട് ഗൈസ്. ഞാൻ നരനാണ്. വെള്ളത്തിലൊക്കെ ചാടി മുങ്ങിപ്പോയിട്ട് നോക്കാം മീനെ വല്ലതും കിട്ടും നോക്കാം. അവിടെ സത്യമായിട്ടും പറയുവാണെങ്കിൽ ഇവിടെ ഒന്നും ഇല്ലേ. ഞാൻ നരനെ അവർ വിച്ചു. എൻ്റെ പശുവേ ഞാൻ വരണു ഗൈസ്. നമുക്ക് പശുവിനെ കാര്യങ്ങളും കൊല്ലാം. ഓക്കെ പശുവിനെ കൊന്നിട്ടുണ്ട്. ഒരുമാതിരി ഒരു സ്ഥലമല്ലേ, ഇനി ഒന്നും കിട്ടുന്നില്ലേ.
ആടേ ആടുജീവിതം. നമുക്കൊരാടിനെയൊക്കെ പിടിച്ചു നടക്കാം ഗൈസ്. നമുക്ക് നമ്മുടെ ലെസ് പ്ലേസസിൻ്റെ വീടാണ് ആടുജീവിതം. പന്നി ജീവിതം. പന്നിയൊക്കെ കുണ്ടി കുളിക്ക് ഓടുന്ന അല്ല കുട്ടപ്പേട്ടൻ. നമുക്ക് നല്ല പൂക്കളും കാര്യങ്ങളും ആ മരവും കാര്യങ്ങളും തന്നെ അങ്ങനെ ഇരിക്കണേ. ഞാൻ ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പം വിളിച്ചിട്ടുണ്ട് ഒരു ചേട്ടൻ. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. അതൊരു കാര്യമാക്കേണ്ട കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു കിണ്ണാങ്കാച്ചി മരം ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല മരം ഗൈസ്. നമുക്ക് ഇതിനകത്തുനിന്ന് ഒത്തിരി മഷ്റൂമും കാര്യങ്ങളും കിട്ടുമെന്നാണ് ഗൈസ്. നമുക്ക് ഇതെല്ലാം കൂടെ പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് മഷ്റൂം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊട്ടിക്കാം. നമുക്ക് കുറേ മഷ്റൂമും കാര്യങ്ങളും കിട്ടിക്കൊണ്ട് ഒരെണ്ണം അടിപൊളി ഗൈസ്. നമുക്ക് പശു ഇങ്ങോട്ട് കളി ഒന്നും ചെയ്തില്ലല്ലോ. പശു വാളും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ഗൈസ്. ദൈവാധീനം കൊണ്ട് തന്നെ നമ്മൾ വാളെടുക്കാം. പശുവിനെ കൊന്ന് ഇഷ്ടപ്പെട്ടില്ലേ? എന്താ പശുവിനെ കൊന്ന് ഇഷ്ടപ്പെട്ടില്ലേ ഇതിന്? അതിനെ വാഴയ്ക്ക് ഇത് ഇതുവഴിയായിരുന്നു പോകണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. എൻ്റെ ദൈവം, പിന്നെ സാധനങ്ങളെല്ലാം കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയോ? എൻ്റെ ദൈവമേ, വെറുതെ ഞാൻ കഷ്ടപ്പെട്ട് ഗൈസ്. കഷ്ടപ്പെട്ട് നമുക്ക് അവിടെ പോയി എടുത്തുകൊണ്ട് വരാം ഗൈസ്. ഞാനിപ്പം രാത്രി തന്നെ വീടിനകത്ത് നമ്മൾ സാധനം അത് വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ അപ്പോഴത്തേന് നമ്മുടെ ഫാർമേഴ്സും കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് മട്ടൻ വെക്കണ്ട ഗൈസ്. നമുക്ക് ബീഫ് ഇത് വെക്കാം, ഈ സാധനം വെക്കാം. ഇത് തന്നെ നമുക്ക് എന്നിട്ട് ചെന്ന വെച്ച് എത്തിക്കാം. മഷ്റൂം വെച്ച് എത്തിക്കാൻ പറ്റത്തില്ലേ? ഇല്ലല്ലേ, നമുക്കിത് വെച്ച് എത്തിക്കാം ഗൈസ്. നമ്മുടെ വീഡിയോയും കാര്യങ്ങളും അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കൂടുതലായിട്ട് ചെയ്തില്ല. നമുക്കിനി ഷുഗർ കെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇത് തന്നെ അടുത്ത വിഷയം. ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ, ഒന്ന് പോവാമോ ഉറങ്ങിക്കോട്ടെ? സമ്മതിക്കത്തില്ലല്ലേ? ഞാൻ എന്നാൽ അങ്ങോട്ട് വരാം. അങ്ങോട്ട് വന്ന് ഇങ്ങനെ അങ്ങനെ ഈ പൊരട്ട സാധനം കാരണം അവിടെ ഒന്ന് പോയി ചാവടാ. അവിടെ ഒന്ന് ഇത് ചാടണ്ടായിരുന്നു. ചാവ് ചത്ത് ഗൈസ്. നമുക്ക് ഉറങ്ങാം ഗൈസ് എത്രയും പെട്ടെന്ന്. അത് തന്നെ. അപ്പം ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.